പേപ്പർ നമ്പർ 1 അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് AS20 ഏണിങ്സ് പെർ ഷെയർ എന്ന് പറയുന്ന ഈ ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡാണ്. ഇതിൻ്റെ പേര് പറയുന്ന പോലെ തന്നെ ഒരു ഷെയറിന് എത്ര ഏണിങ്സ് ആയിരിക്കും അട്രിബ്യൂട്ടബിൾ ആയിട്ടുള്ളത് എന്നുള്ള കമ്പ്യൂട്ടേഷൻസ് അതിനെ റിലേറ്റ് ചെയ്ത കാര്യങ്ങളായിരിക്കും ഈ ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിനകത്ത് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, നമ്മൾ ഈ ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിനകത്തോട്ട് കയറുമ്പോഴേ എനിക്ക് പറയാനുള്ളത് ഇതൊരു വളരെ ലോജിക്കലായിട്ടുള്ള ആൻഡ് വളരെ സ്കോറിംഗ് ആയിട്ടുള്ള ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡാണ്. നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ നോക്കരുത്. ബിക്കോസ് നമുക്ക് എന്തുണ്ട്, ഒരുപാട് എക്സാംസിന് മൾട്ടിപ്പിൾ ടൈംസിൽ ഇങ്ങനെ ചോദിക്കുന്ന ഒരു ഇവിടുന്ന് ചോദ്യം മെയിനായിട്ട് വരും എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡാണ് AS20 എന്ന് പറയുന്നത്. സാർ, എന്താണ് ഇതിനകത്തുള്ള കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ, യെസ്, ഏണിങ്സ് പെർ ഷെയർ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ കമ്പനിയുടെ ഏണിങ്സിൻ്റെ ഒരു പാർട്ട് അട്രിബ്യൂട്ടബിൾ ആയിട്ടുണ്ട് എങ്കിൽ അതിനെ നമ്മളുടെ ഷെഡ്യൂൾ 3 അനുസരിച്ച് നമ്മൾ പ്രസൻറ്റ് ചെയ്യും. ആ പ്രസൻറ്റേഷനാണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഏണിങ്സ് പെർ ഷെയർ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും? നമ്മൾ ജസ്റ്റ് ഇക്വേഷൻ വൈസ് പോവുകയാണ്, ദെൻ നമുക്ക് ലോജിക്ക് അതിൻ്റെ കോൺസെപ്റ്റിനകത്തോട്ട് വരാം. ഫസ്റ്റ്ലി നമ്മളുടെ കമ്പനിയുടെ പ്രോഫിറ്റ് ഓർ ലോസ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്, വേറെ ആർക്കും കൊടുക്കത്തില്ല, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ആട്രിബ്യൂട്ടബിൾ ആയിട്ടുള്ള എത്രയാണോ പ്രോഫിറ്റ് ഓർ ലോസ്, നിങ്ങളുടെ പ്രിഫറൻസ് ഡിവിഡൻഡ് കഴിഞ്ഞ് അല്ലെങ്കിൽ നമ്മുടെ ഇൻട്രസ്റ്റ് അങ്ങനെയുള്ള മറ്റ് മേഖലകൾ, മറ്റ് സോഴ്സ് ഓഫ് നമ്മുടെ ആ ഒരു എമൗണ്ട് വന്നതിൻ്റെ മറ്റ് മേഖലകൾക്ക് കൊടുക്കാനുള്ള എല്ലാം കഴിഞ്ഞിട്ട് അറ്റ് ദ എൻഡ് നമ്മുടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാൻ എന്തുണ്ടോ ആ കൊടുക്കാൻ വെച്ചേക്കുന്ന ആ പാർട്ട്, അതാണ് പ്രോഫിറ്റ് ഓർ ലോസ് ആട്രിബ്യൂട്ടബിൾ ടു ഓർഡിനറി ഇക്വിറ്റി ഷെയർസ്. ഇപ്പം ചില ഷെയർസിന് അല്ലെങ്കിൽ മറ്റ് ചില ഇപ്പം ഡിബെഞ്ചറോ എന്തെങ്കിലും മറ്റ് കാര്യങ്ങൾക്ക് എന്തുണ്ട്, ഒരു ഇക്വിറ്റിയുമായിട്ട് എന്തുണ്ട്, ഒരു അതിൻ്റെ ഒരു കമ്പോണൻ്റ് അതിനകത്ത് ഉണ്ട് എങ്കിൽ നമ്മൾ അവരെ എന്ത് ചെയ്യത്തില്ല, ഇവിടെ ഇപ്പം കൺസിഡർ ചെയ്യത്തില്ല. നമ്മുടെ ഒറിജിനലായിട്ടുള്ള അല്ലെങ്കിൽ ഓർഡിനറിലി നേച്ചർ, ഒരു ഓർഡിനറി നേച്ചറിൽ ആയിട്ടുള്ള നമ്മുടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ആ പാർട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ഓക്കെ, നമ്മൾ ആ ഒരു പ്രോഫിറ്റ് എടുത്തു. ഓക്കെ ആണോ? ഇത് എല്ലാവർക്കും സെയിം റേഷ്യോയിൽ വീതിച്ചു കൊടുക്കാൻ പറ്റുമോ? രണ്ടാമത്തെ ചോദ്യമാണത്. ഒരിക്കലും പറ്റത്തില്ല. കാരണം എന്ന് പറയുന്നത്, നമ്മളുടെ ബിസിനസ്സിന് വേണ്ടി റിസോഴ്സസിനെ കൊണ്ടുവന്ന ആൾ ഫസ്റ്റ് ഏപ്രിലിൽ കൊണ്ടുവന്നു. എത്ര? 10,000 രൂപ കൊണ്ടുവന്നെന്ന് വെച്ചു. അയാൾക്ക് 31 മാർച്ചിൽ 5,000 രൂപ കൊണ്ടുവന്ന ആൾക്കും സെയിം ആയിട്ടുള്ള പ്രോഫിറ്റിനെ ആട്രിബ്യൂട്ട് അല്ലെങ്കിൽ ഏണിങ്സിനെ കൊടുക്കുകയാണ് എങ്കിൽ ഇവർ സമ്മതിക്കൂടെ? ഇല്ല, ഒരിക്കലും സമ്മതിക്കത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? ദെൻ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ റിസോഴ്സ് നമ്മുടെ ബിസിനസ്സിനകത്തോട്ട് വന്നു, ഈ റിസോഴ്സ് യൂട്ടിലൈസ് ചെയ്ത് നമ്മൾ ബിസിനസ്സിനകത്തുനിന്ന് ഇൻകം അല്ലെങ്കിൽ ഏണിങ്സിനെ ജനറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വന്നതിൻ്റെ പ്രൊപ്പോർഷനേറ്റ്ലി ആയിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ആ ഒരു ടൈം പീരീഡിനെ പ്രൊപ്പോർഷനേറ്റ് ചെയ്തിട്ടായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നിങ്ങളുടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ ഷെയറിനനുസരിച്ചുള്ള ഏണിങ്സ് കൊടുക്കാൻ. ഓക്കെ ആണോ? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, നിങ്ങളുടെ ആ ഒരു ടൈം ഗ്യാപ്പ് നമ്മളിപ്പം ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത് ഈക്വലി ഒരു വർഷത്തിൽ ഈക്വലി എന്ത് സംഭവിച്ചിരിക്കുന്നു, ഈ ഒരു ഏണിംഗ് ജനറേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഓക്കെ ആണോ? ഈ ജനറേറ്റ് ചെയ്തതിനെ നമ്മൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതെന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ ആ ഒരു പ്രൊപ്പോർഷനേറ്റ് ആ ഒരു ഇയറിനകത്ത് എത്ര ടൈം നിങ്ങൾ ഈ ഒരു റിസോഴ്സ് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ആ ഒരു ടൈം ഗ്യാപ്പിലായിരിക്കും. സോ ആ ഒരു കാൽക്കുലേഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, വെയ്റ്റഡ് ആവറേജ് നമ്പർ ഓഫ് ഓർഡിനറി ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത്. ഇതിനെ നമ്മളൊരു വെയ്റ്റ് കണ്ടുപിടിക്കുകയാണ്. നമ്മൾ ഇതിനൊരു നമുക്കൊരു ആവറേജ് ബേസിസിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഏണിങ്സിനെ നമ്മൾ അവർക്ക് കൊടുക്കുന്നത്. ഓക്കെ ആണോ? ജസ്റ്റ് തിങ്ക്. ഇനി പ്രോഫിറ്റ് ഓർ ലോസ് ആട്രിബ്യൂട്ടബിൾ ടു ഓർഡിനറി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? എടാ, നമ്മളുടെ പി ആൻഡിലിനകത്ത് ഇൻട്രസ്റ്റ് എക്സ്പെൻസിന്
നമ്മൾ എടുക്കുന്നതിന് മുന്നേ ആയിട്ടുള്ള ഒരു ഏണിങ്സ് ഉണ്ടായിരിക്കും. അതിനെ നമ്മൾ വിളിക്കുന്നത് ഏണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സസ്, അല്ലെങ്കിൽ അതിനെ EBIT എന്നായിരിക്കും വിളിക്കുന്നത്. നിങ്ങൾ ഓൾറെഡി FM പഠിച്ചവരായിരിക്കാം, ചിലപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കാം. പഠിക്കാത്തവരാണെങ്കിലും നിങ്ങളുടെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിനകത്തും ഇത് സെയിം കോൺസെപ്റ്റ് പോകുന്നുണ്ട്. യെസ്, നിങ്ങളൊരു ഫസ്റ്റ്ലി അക്കൗണ്ടിങ് ആണ് പഠിക്കുന്നത്. എന്നിരുന്നാലും നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ ഇത്ര സ്ലോയിൽ പോകുന്നത്. ഏണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സസ്. അപ്പം ഇതിനകത്ത് ഇൻട്രസ്റ്റും ടാക്സും ഇത് രണ്ടിനും മുന്നേ ഉള്ള ഏണിങ്സ് നിങ്ങൾ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ക്വസ്റ്റ്യനകത്ത് തന്നിരിക്കുക. അതിൽ നിന്ന് നമ്മളുടെ ബോറോയിങ്സിന് ആട്രിബ്യൂട്ടബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ ആ ബോറോവേഴ്സിന് നമ്മൾ കൊടുക്കാനുള്ള ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ഉണ്ടായിരിക്കുമല്ലോ, അത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കിട്ടും. ഓക്കെ ആണോ? നമ്മുടെ എക്സ്പെൻസ് എല്ലാം എടുത്ത് കഴിയുമ്പോൾ നമ്മൾ എന്ത് കിട്ടും? നമ്മളതിന് ടാക്സ് പേ ചെയ്യണം. ബാക്കിയുള്ള പ്രോഫിറ്റിന് എന്തായിരിക്കും? ടാക്സ് പേ ചെയ്യണം. അത് എന്തായാലും ബേസിക്കലി നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഓക്കെ ആണോ? അതിനെയാണ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എന്ന് പറയുന്നത്. നമ്മളതിനെ ചുരുക്കത്തിൽ PBT എന്ന് വിളിക്കും. ഓക്കെ ആണോ? ദെൻ ഈ ടാക്സിനെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കിട്ടും. ഇപ്പം നിങ്ങളുടെ ക്വസ്റ്റിനകത്ത് ചിലപ്പോൾ കാണാൻ സാധ്യതയുള്ളത് നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് ഫോർ ദ പീരീഡ് അല്ലെങ്കിൽ ഫോർ ദ ഇയർ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും വരുന്നത്. അത് ജനറലി ഡിനോട്ട് ചെയ്യുന്നത് ഈ PAT, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്നൊരു എലമെൻറ്റിനെ ആയിരിക്കും. നിങ്ങൾക്ക് ആ രീതിയിൽ അസംഷൻസിനെ എടുക്കാനായിട്ട് പറ്റും. നിങ്ങൾ എടുക്കുന്ന അസംഷനെ എന്താണ്? ഇപ്പം ക്വസ്റ്റിനകത്ത് കാണിക്കുകയാണ്, നമുക്ക് വലിയ ഐഡിയ ഒന്നുമില്ല ഇവർ IC എന്താണ് ഉദ്ദേശിച്ചേക്കുന്നത്, അല്ലെങ്കിൽ ICMA എന്താണ് ഉദ്ദേശിച്ചേക്കുന്നത് നമുക്കറിയില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനകത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഒരു അസംഷൻ എഴുതിയിട്ട് വേണം പോകേണ്ടത്. നെറ്റ് പ്രോഫിറ്റ് ഓർ ലോസ്, ഈ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആണ് ഞാൻ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഓക്കെ ആണോ? ദെൻ നമുക്ക് ബിസിനസ്സിന്, നമ്മുടെ കമ്പനിക്ക് പ്രിഫറൻസ് ഡിവിഡൻഡ് ഉണ്ടെങ്കിൽ നമ്മുടെ നെറ്റ് പ്രോഫിറ്റിൽ നിന്നിട്ട് എന്ത് കുറയ്ക്കണം? പ്രിഫറൻസ് ഡിവിഡൻഡ് കുറയ്ക്കണം. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനും കൊടുക്കാനുള്ള നമ്മൾ കൊടുത്തു വിട്ടിട്ടുണ്ട്. നമ്മൾ ഇനി ആർക്കാണ് നോക്കേണ്ടത്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനാണ്. ഓക്കെ ആണോ? മനസ്സിലാവുന്നുണ്ടോ? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനാണ്. ഈ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് പ്രോഫിറ്റ് അല്ലെങ്കിൽ ആ ഏണിങ്സ് ആട്രിബ്യൂട്ടബിൾ ആയിട്ടുള്ള എത്ര എമൗണ്ട് ആണോ അത്രയും എമൗണ്ട് ഇത്രയും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കൊടുക്കും. ഓക്കെ ആണോ? അവരുടെ ഷെയർ എത്രയാണോ അവർ ഹോൾഡ് ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും അവരെന്ത് ചെയ്യുന്നത്? ഈ ഒരു ഏണിങ്സിനെ കൊണ്ടുപോകുന്നത്. ഓക്കെ ആണോ? ഇതിൻ്റെ ബേസിസ് എന്താണ്? നമ്മളുടെ ഇക്വിറ്റി ഷെയർസ് എത്രയാണ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നതെന്നായിരിക്കും. ഓക്കെ ആണോ? അതിൻ്റെ വാല്യൂവിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? റിസോഴ്സിനെ കൊണ്ടുവന്നത് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. ഓക്കെ ആണോ? യെസ്, മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ, നമുക്ക് ഇനിയൊരു ജസ്റ്റ് ഒരു എക്സാമ്പിളിനകത്തോട്ട് പോവാം. അതിനു മുന്നേ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞേക്കുന്നത്. നമ്മുടെ വെയ്റ്റഡ് ആവറേജ് നമ്പർ ഓഫ് ഓർഡിനറി ഇക്വിറ്റി ഷെയർസ് എന്താണെന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് ഈ ഒരു ടൈം ഫാക്ടറിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു. 1st ഏപ്രിലിൽ നമുക്ക് കുറച്ച് റിസോഴ്സ് കൊണ്ടുവന്ന ആളും മാർച്ച് മാസം അറ്റ് ദ ലാസ്റ്റ് ഇയർ കൊണ്ടുവന്ന ആൾക്കും സെയിം ആയിട്ടല്ല എന്ത് കൊടുക്കുന്നത്? നമ്മളുടെ ഈ ഒരു ഏണിങ്സിനെ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വെയ്റ്റഡ് നമ്പറിൽ അതിനെ ആ ഒരു പ്രൊപ്പോർഷനിൽ അവരെ കൊടുക്കുന്നത്. ഓക്കെ ആണോ? ദ നമ്പർ ഓഫ് ഡേയ്സ് the shares outstanding as the portion of total number of days in a year. ഒരു വർഷത്തിനകത്ത് എത്ര നാളാണോ ആ ഒരു ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് നിന്നത് അതിൻ്റെ ബേസിലായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ഇപ്പം മെജോറിറ്റി നമ്മൾ എടുക്കുന്നതെന്ന് പറയുന്നത് മന്ത്ലി ബേസിസ് ആയിരിക്കും. ഡേ വൈസ് പോകുന്നതിനെക്കാട്ടിലും മന്ത്ലി ബേസിസ്. ഓക്കെ ആണോ? ദ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ബിഗിനിങ് പീരീഡിൽ എത്രയാണ് ഇക്വിറ്റി ഷെയർ ഉണ്ടായിരിക്കുന്നത് ആ ഇക്വിറ്റി ഷെയറിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും? എത്രയാണോ ഇഷ്യൂ ചെയ്തേക്കുന്നത് ആ ഇഷ്യൂ ചെയ്തത് ടൈം ഫാക്ടറിൻ്റെ ബേസിസിൽ ആഡ് ചെയ്യും. ദെൻ ബൈബാക്ക് എത്രയാണോ ചെയ്തേക്കുന്നത് അതും എന്ത് ചെയ്യും? ലെസ് ചെയ്യും ടൈം ഫാക്ടറിൻ്റെ ബേസിസിൽ. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വെയ്റ്റഡ് ആവറേജ് നമ്പർ ഓഫ് ഓർഡിനറി ഇക്വിറ്റി ഷെയർസ് കിട്ടും. ഓക്കെ ആണോ? വെരി സിമ്പിൾ, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഐ തിങ്ക് ഞാൻ പറഞ്ഞു വരുന്നത്.
യെസ്, നമ്മുടെ ഇഷ്യൂ ചെയ്ത എത്രയാണ് മൈനസ് ദ ബൈ ബാക്ക്, പിന്നെ ഓപ്പണിംഗ് ഉണ്ടായിരുന്നു. ഇത് മൂന്നും കൂടെ നെറ്റ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് എന്ത് കിട്ടും? വെയ്റ്റഡ് നമ്പർ, ആ ഒരു പീരീഡിലെ വെയ്റ്റഡ് നമ്പർ. ഈ ഒരു ബൈബാക്കും ഇഷ്യൂവും എന്തിൻ്റെ ബേസിലായിരിക്കണം? നിങ്ങൾ ടൈം ഫാക്ടറിനെ കൺസിഡർ ചെയ്തിട്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? കമ്പ്യൂട്ടേഷൻ ചെയ്യേണ്ടത്. നമുക്കൊരു ജസ്റ്റ് എക്സാമ്പിളിനകത്തോട്ട് പോയിട്ട് വരാം. ഓക്കെ ആണോ? ഒരു കമ്പനി ഉണ്ടായിരുന്നേ. ആ ഒരു കമ്പനിയിൽ 1 lakh ഇക്വിറ്റി ഷെയർസ് ഉണ്ടായിരുന്നു. എത്ര ഉണ്ടായിരുന്നു? ഓപ്പണിങ്ങിൽ 1st April 2025 1 lakh ഇക്വിറ്റി ഷെയർസ് ഉണ്ടായിരുന്നു. ദ 1st October 2025 കമ്പനി എന്ത് ചെയ്തു? ഒരു 20,000 പുതിയ ഇക്വിറ്റി ഷെയർസിനെ എന്ത് ചെയ്തു? ഇഷ്യൂ ചെയ്തു. നമ്മളുടെ ഏണിങ്സ് ആട്രിബ്യൂട്ടബിൾ ടു അല്ലെങ്കിൽ ഏണിങ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് അത് എത്രയാണ്? 10 ലക്ഷം രൂപയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓപ്പണിങ്ങിൽ നമുക്ക് എത്ര എമൗണ്ട് ഉണ്ടായിരുന്നു? 1 lakh ആയിരുന്നു ഇക്വിറ്റി ഷെയർസ് ഉണ്ടായിരുന്നത്. ഇവർ സ്റ്റിൽ നമ്മുടെ അടുത്ത് ജസ്റ്റ് പറഞ്ഞേക്കുന്നത് എന്താണ്? ഇഷ്യൂ ചെയ്തിട്ടേ ഉള്ളൂ. ദാറ്റ് മീൻസ് ഓപ്പണിങ്ങിൽ ഉണ്ടായിരുന്ന അത്ര എന്തുണ്ടായിരിക്കും? ക്ലോസിങ്ങിലും ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് 12 മാസത്തിൽ 12 മാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് 1 lakh എന്ന് നമുക്കതിനെ കൺസിഡർ ചെയ്യാം. ഇനി പുതിയ ഇഷ്യൂ ആണ് സംഭവിച്ചിരിക്കുന്നത്. അത് എപ്പോഴാണ് സംഭവിച്ചിരിക്കുന്നത്? 1st October സംഭവിച്ചിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഒക്ടോബർ മുതൽ മാർച്ച് വരെ ആ ഷെയർസ് ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ റിസോഴ്സസ് ആ ഒരു പീരീഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ആണെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഷെയർസ് എത്ര ആയിരുന്നു ഉണ്ടായിരുന്നത് അതിനെ ടൈം ഫാക്ടർ കൊണ്ട് കൺസിഡർ ചെയ്യുമ്പോൾ എത്ര ന്യൂ ഷെയർസ് വരുമെന്ന് കൺസിഡർ ചെയ്യാം. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 10,000 ഷെയർസ് ആയിരിക്കും കിട്ടുന്നത്. സാർ 20,000 ഇല്ലായിരുന്നു, പിന്നെ എങ്ങനെ? ഓക്കെ ആണോ? 20,000 ഇഷ്യൂ ചെയ്തിട്ട് എങ്ങനെ? ഞാൻ ഓൾറെഡി പറഞ്ഞത് തന്നെ, അത് നമ്മൾ ആ ഒരു പീരീഡിൽ റിസോഴ്സിനെ എത്ര യൂസ് ചെയ്തു എന്നതിൻ്റെ ബേസിലായിരിക്കും നോക്കുന്നത്, ടൈം ഫാക്ടറിൻ്റെ ബേസിസിൽ. അങ്ങനെ നോക്കുകയാണെങ്കിൽ വെയ്റ്റഡ് ആവറേജ് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് നമുക്ക് എത്ര ആയിരിക്കും വരുന്നത്? 1,10,000 ഷെയർസ് ആയിരിക്കും വരുന്നത്. ഓക്കെ ആണോ? ദെൻ നമുക്ക് മറ്റൊരു മെത്തേഡ് യൂസ് ചെയ്യാവുന്നത് 1 lakh ആയിരുന്നു നമ്മുടെ പീരീഡിൽ തുടക്കത്തിൽ ഉണ്ടായിരുന്നത്. ഈ 1 lakh ഒക്ടോബർ കഴിയുമ്പോൾ 1,20,000 ആയി മാറുന്നുണ്ട്. ഓക്കെ ആണോ? നമുക്ക് ഈ ഒരു കാൽക്കുലേഷൻ ക്യുമുലേറ്റീവ് ആൻഡ് ഇൻക്രിമെൻ്റൽ രണ്ട് മെത്തേഡിലും ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്? സെയിം ആൻസർ തന്നെ ആയിരിക്കും കിട്ടുന്നത്. നമ്മൾ ഈ ഒരു മെത്തേഡ് നോക്കുകയാണെങ്കിൽ 1 lakh എത്ര നാളുണ്ടായിരുന്നു? 6 മാസം ഉണ്ടായിരുന്നു. ദെൻ 1,20,000 ആയിട്ട് അത് മാറി. അത് എത്ര നാളുണ്ടായിരുന്നു? അത് 6 months ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ നോക്കുമ്പോഴും നമുക്ക് എത്ര കിട്ടും? 1,10,000 ആണ് നമ്മുടെ ഷെയർസ്, ആവറേജ് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഉണ്ടായിരിക്കുന്നത്, വെയ്റ്റഡ് ആയിട്ടുള്ള എമൗണ്ട് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് ഏണിങ്സ് അവൈലബിൾ ഫോർ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എത്ര? 10 lakh rupees. 1,10,000 ഡിവൈഡഡ് the 10 lakh divided by 1,10,000 വെയ്റ്റഡ്. ദെൻ നമുക്ക് EPS എത്ര കിട്ടും? 9.09 പെർ ഷെയർ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ ആണോ? ഇതുവരെ ഉള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ ആണോ? ഇനി സാർ എന്തിനാണ് ഈ ഒരു വെയ്റ്റഡ് വെച്ചിട്ടാകുമ്പോൾ ലോജിക്കലി ഇത് എത്രത്തോളം കറക്റ്റ് ആവുന്നുണ്ട്? ഓക്കെ ആണോ? 1 lakh എപ്പം മുതലുണ്ടായിരുന്നു? ഓപ്പണിങ് മുതലുണ്ടായിരുന്നു. ഏണിങ്സ് എത്രയായി? EPS എത്രയായി? 9.09 ആയി. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ 9,90,000 എവിടെ പോവും? ഈ ഓപ്പണിംഗ് ഉണ്ടായിരുന്നവർക്ക് പോവും. ഓക്കെ ആണോ? ഇവിടെ നമ്മൾ 20,000 അല്ല എടുക്കുന്നത്, 10,000 ആണ് എടുക്കുന്നത്. ഓക്കെ ആണോ? കാരണം പാതി ഉള്ളായിരുന്നു എന്നുള്ള കാര്യത്തിൽ. ഇവിടെ ഒരു ടൈം ഫാക്ടറിനെ നമ്മൾ കൊണ്ടുവന്നാൽ കുഴപ്പമില്ല, ദ സെയിം റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത്. 6/12 ഇതാണ് നമ്മൾ 10,000 എന്ന് പറഞ്ഞിട്ട് കാണിച്ചേക്കുന്നത്. ഇൻറ്റു 9.09 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 90,909 കിട്ടും. ഇത് ടോട്ടൽ എമൗണ്ട് നമുക്ക് എത്രയാണ്? 10 lakh കിട്ടും. എനിക്കിപ്പോൾ ഒരു കോൺസെപ്ച്വലി ഈ വെയ്റ്റഡ് നമ്മൾ യൂസ് ചെയ്യുന്നതിൻ്റെ റീസൺ മനസ്സിലായി കാണും. ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കും. ഓക്കെ ആണോ?
ദെൻ അടുത്ത നമ്മൾ നോക്കേണ്ടതെന്ന് പറയുന്നത് നമ്മളുടെ ബൈബാക്കിൻ്റെ കേസ് ഒന്ന് നോക്കിയിട്ട് പോവാം. ബൈബാക്കും ഉണ്ടല്ലോ, ഞാൻ ഓൾറെഡി പറഞ്ഞു. ഒരു കമ്പനി ഉണ്ട്, കമ്പനിക്ക് എത്ര ഉണ്ട്? ഓപ്പണിങ്ങിൽ 1 lakh equity ഷെയർസ് ഉണ്ട്. 1st ഏപ്രിലായിരുന്നു ഉണ്ടായിരുന്നത്. 1st ഒക്ടോബർ ആയപ്പോഴത്തേന് എത്രയായി? 20,000 ബൈബാക്ക് ചെയ്തു. ഇപ്പോൾ 31st മാർച്ചിൽ എത്ര ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്? 80,000 ഉള്ളൂ. എന്നെങ്കിൽ എത്രയാണ് നമ്മുടെ 10 lakh ഡിവൈഡഡ് ബൈ 80,000 നമുക്ക് എടുത്ത് പരിപാടി അങ്ങ് തീർക്കാം എന്ന് വിചാരിക്കുകയാണെങ്കിൽ പറ്റൂല. ഓക്കെ ആണോ? നമ്മൾ 1st ഏപ്രിൽ ടു 13th സെപ്റ്റംബർ വരെ എത്ര ഉണ്ടായിരുന്നു? ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു 1 lakh ആണ്. ടൈം ഫാക്ടർ എടുക്കുകയാണെങ്കിൽ 6/12 വരെയാണ്. 1 lakh എത്ര നാളുണ്ടായിരുന്നു? 6 മാസം ഉണ്ടായിരുന്നു. വെയ്റ്റിനകത്ത് വരികയാണെങ്കിൽ എത്ര ആയിരിക്കും അതിൻ്റെ എമൗണ്ട് വരുന്നത്? ഇത് 50,000-ൻ്റെ ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഓക്കെ ആണോ? മനസ്സിലാവുന്നുണ്ടോ? ഇനി 1st ഒക്ടോബർ മുതൽ 31st മാർച്ച് വരെ എത്ര ഷെയർസിൻ്റെ റിസോഴ്സസ് നമ്മുടെ ബിസിനസ്സിനുള്ളൂ അല്ലെങ്കിൽ കമ്പനിക്കുള്ളൂ? 80,000-ൻ്റെതേ ഉള്ളൂ. ബാക്കി പോയി. അങ്ങനാണെങ്കിൽ 6 മാസം ഉണ്ടെങ്കിൽ അത് എത്ര ഷെയർസിൻ്റെ ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടാക്കുന്നത്? 6 മാസം ഈ ഒരു 80,000 ഷെയർസ് 40,000 40,000 ഷെയർസിൻ്റെ ഇമ്പാക്റ്റേ ഉണ്ടാക്കുന്നുള്ളൂ. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വെയ്റ്റഡ് നമ്പർ എത്ര ആയിരിക്കും വരുന്നത്? 90,000 ആയിരിക്കും, അല്ലെങ്കിൽ 90,000 ഷെയർസിൻ്റെ ഇമ്പാക്റ്റ് ആയിരിക്കും വരുന്നത്. ഓക്കെ, 10 lakh ഡിവൈഡ് ബൈ 90,000 വരുമ്പോൾ നമുക്ക് എത്ര വരും? 11.11 പെർ ഷെയർ ആയിരിക്കും നമുക്ക് EPS കിട്ടുന്നത്. ഓക്കെ ആണോ? മനസ്സിലാവുന്നുണ്ടോ? ദെൻ നമ്മളുടെ ഇഷ്യൂ ആൻഡ് ബൈബാക്ക് രണ്ടും കൂടെ ചേർന്നിട്ടുള്ള ഒരു പ്രോബ്ലമാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ ആണോ? ഓപ്പണിങ്ങിൽ നമുക്ക് 1 lakh ഷെയർസ് ഉണ്ടായിരുന്നു. 1st ജൂലൈ 2025 നമുക്ക് എന്തുണ്ടായി? കുറച്ച് ഷെയർസ് ഇഷ്യൂ ചെയ്തു, 20,000 ഷെയർസ്. നമ്മൾ ബൈബാക്ക് ചെയ്തു 1st ജാനുവരി 2026 എത്ര? 30,000. ഓക്കെ ആണോ സാർ? എന്നെങ്കിൽ നമുക്ക് എന്താണ് 1,20,000 മൈനസ് 30,000. വാവ്, ദ ആൻസർ 90,000. നോ, അതല്ല. ടൈം ഫാക്ടറിനെ നമ്മൾ കൺസിഡർ ചെയ്യണം. ഓപ്പണിങ്ങിൽ എത്ര ഉണ്ടായിരുന്നു? 1 lakh ഉണ്ടായിരുന്നു. പുതുതായി നമ്മൾ എത്ര ഇഷ്യൂ ചെയ്തു? 20,000 എത്ര നാൾ ബിസിനസ് ഉണ്ടായിരുന്നു? 1st ജൂലൈ മുതൽ ഉണ്ടായിരുന്നു. ഓക്കെ ആണോ? ഇക്വലൻ്റ് എടുക്കുവാണ്. ഇവരെ എന്തില്ലായിരുന്നു? അതിന് മുന്നാടിയുള്ള മുൻപുള്ള ആ ഒരു പീരീഡിൽ ഇല്ലായിരുന്നു. ഓക്കെ ആണോ? സോ നമുക്ക് ആ ഒരു പീരീഡിൽ മാത്രം എടുത്താൽ മതി. അപ്പോൾ 50,000. ദെൻ ബൈബാക്ക് ചെയ്തു. ഇവരെന്തില്ല? ജാനുവരി മുതലില്ല, അതിന് മുന്നിലത്തെ ഉണ്ടല്ലോ. അപ്പോൾ എന്ത് ചെയ്യണം? അവർക്ക് ആട്രിബ്യൂട്ടബിൾ ആയിട്ടുള്ള ഷെയർസ് നമ്മൾ കൊടുക്കണം. അല്ല, അതിനുള്ള ആ ഒരു എമൗണ്ട് നമ്മൾ കൊടുക്കണം. സോ ആ ഒരു പീരീഡിലുള്ളതിനെ മൈനസ് ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ എത്രയാണ്? 7,500 ആയിരിക്കും. ഇനി വെയ്റ്റഡ് നമ്പർ എത്ര ആയിരിക്കും വരുന്നത്? 1,07,500 ആയിരിക്കും വരുന്നത്. ഏണിങ്സ് എത്ര അവൈലബിൾ ഉണ്ട്? 10 lakh ഉണ്ട്. 10 lakh ഡിവൈഡഡ് ബൈ 1,07,500 എന്ന് പറയുന്നത് 9.3 പെർ ഷെയർ ആയിരിക്കും നമുക്ക് EPS വരുന്നത്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ബേസിക് EPS, പൊതുവെയുള്ള EPS. മനസ്സിലാവുന്നുണ്ടോ? വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ദ സെയിം ലോജിക് 2 മെത്തേഡ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇൻക്രിമെൻ്റൽ മെത്തേഡും ഉണ്ട്, ക്യുമുലേറ്റീവ് മെത്തേഡും ഉണ്ട്. ഈ ഒരു മെത്തേഡിനകത്തോട്ട് വരികയാണെങ്കിൽ 1 lakh എത്ര നാളെ ഉള്ളായിരുന്നു? 3 മാസമേ ഉള്ളായിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്ത് പറ്റി? അത് 1,20,000 ആയി ഇഷ്യൂ ചെയ്തു. എത്ര നാളുണ്ടായിരുന്നു? 6 മാസം ഉണ്ടായിരുന്നു. ഓക്കെ, ദെൻ ബൈബാക്ക് സംഭവിച്ചു 30,000-ൻ്റെ. അപ്പോൾ എത്ര വന്നു? 90,000 വന്നു. അത് എത്ര നാൾ? 3 മാസം. ഓക്കെ ആണോ? സോ ഈക്വലൻ്റ് ആയിട്ട് നമ്മൾ എടുക്കുമ്പോഴും നമുക്ക് എന്ത് വരുന്നുണ്ട്? ദ സെയിം എമൗണ്ട് വരുന്നുണ്ട്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? വളരെ സിമ്പിൾ ആൻഡ് ലോജിക്കലി ആണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, വളരെ സിമ്പിളായിട്ടൊരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, ഫൈൻ.
ദെൻ ചില സ്പെഷ്യൽ കേസസും ഇതിനകത്ത് ഇൻവോൾവ് ആകുന്നുണ്ട്. നിങ്ങൾ അതിനകത്ത് എങ്ങനെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യാം എന്ന കാര്യമായിരിക്കും അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. യെസ്, പാർട്ട്ലി പെയ്ഡപ്പ് ഷെയർസിൻ്റെ കാര്യം വരികയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം സാർ എന്നതാണ് ക്വസ്റ്റ്യനകത്ത്. പാർട്ട്ലി പെയ്ഡപ്പ് ഷെയർസിൻ്റെ കാര്യമാണ് വരുന്നത്. സാർ അങ്ങനാണെങ്കിൽ ഇഷ്യൂ പ്രൈസ് ഇപ്പോൾ 10 രൂപയായിരിക്കും. ഇഷ്യൂ പ്രൈസ് 10 രൂപയാണ്, ബട്ട് ഞാൻ എത്ര കൊടുത്തിട്ടുള്ളൂ? 6 രൂപയെ കൊടുത്തിട്ടുള്ളൂ. 6/10 ആയിരിക്കും വരുന്നത്. ഇൻറ്റു എത്ര ഷെയർസ് ഉണ്ടായിരിക്കും? 100 ഷെയർസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ആ ഒരു മെത്തഡോളജിയിൽ നമ്മൾ പോയാൽ മതി. എത്രയാണ് റിസോഴ്സ് വന്നേക്കുന്നത്, ആ റിസോഴ്സ് വന്നതിന് മാത്രമേ നമ്മൾ എന്ത് കൊടുക്കത്തുള്ളൂ? ഈ ഏണിങ്സ് കൊടുക്കത്തുള്ളൂ. വഴി കൂടെ പോയവർക്കൊന്നും നമ്മൾ എന്ത് ചെയ്യത്തില്ല, കൊടുക്കൂല്ല. ഓക്കെ ആണോ? നിങ്ങൾ കണക്കൊന്നും പറഞ്ഞുകൊണ്ട് വരണ്ട. നിങ്ങൾ കൊണ്ടുവന്നതിൻ്റെ പ്രൊപ്പോർഷനേറ്റ്ലി മാത്രമേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ, തരത്തുള്ളൂ. ഓക്കെ ആണോ? 10 രൂപ വരണമായിരുന്നു, 6 രൂപയെ വന്നിട്ടുള്ളൂ. 6/10 എത്ര ഷെയർസ് ഉണ്ട്? 1000 ഷെയർസ് ഉണ്ട്. ഇതായിരിക്കും സിറ്റുവേഷൻ വരുന്നത്. ഓക്കെ ആണോ? സിമ്പിളല്ലേ? മനസ്സിലാവുന്നുണ്ടല്ലോ? യെസ്, രണ്ടാമത്തെ കേസാണ്. ഇത് മാത്രമായിട്ട് നമുക്ക് എന്ത് വരുന്നുണ്ട്? ക്വസ്റ്റ്യൻ വരാറുണ്ട്. നിങ്ങൾക്ക് ഓൾറെഡി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു ചാപ്റ്ററും കൂടെ ഉണ്ടായതുകൊണ്ട് ബോണസ് ഇഷ്യൂ റിലേറ്റ് ചെയ്യുന്ന നിങ്ങൾക്ക് കൂടുതൽ റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ ആണോ? സാർ എന്താണ് ബോണസ് ഇഷ്യൂ? ബോണസ് ഇഷ്യൂ എന്ന് പറയുന്നത് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് അവർക്ക് പ്രത്യേകിച്ച് നമ്മുടെ ബിസിനസ്സിനകത്തോട്ട് റിസോഴ്സ് ഒന്നും കൊണ്ടുവരികയൊന്നും വേണ്ട. അവർ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഇത്രയും നാൾ നിന്നതിന് നമ്മുടെ പ്രോഫിറ്റ് എല്ലാം കൂടെ വെച്ചിരിക്കുന്ന ആ ഒരു പെട്ടിയിൽ നിന്ന് കുറച്ച് പ്രോഫിറ്റ് എടുത്തിട്ട് കൺസിഡറേഷനായിട്ട് കൊടുത്തിട്ട് എന്തുണ്ട്, നമ്മൾ കുറച്ച് ഷെയർസ് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന് അങ്ങ് കൊടുക്കുകയാണ്. ഓക്കെയാണോ? മനസ്സിലാവുന്നുണ്ടോ? ബോണസ് ഷെയർസ് എന്ന് പറയുന്നത് റിസോഴ്സിൻ്റെ ഒരു ഇൻഫ്ലോ ഒന്നും ബിസിനസ്സിനകത്തോട്ട് വരുന്നില്ല. ആരും പൈസ ഒന്നും കൊണ്ട് തരുന്നൊന്നുമില്ല. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഓൾറെഡി കയ്യിലുള്ളതിനെ വെച്ചിട്ട് കുറച്ച് ഷെയർസ് കൊടുക്കുകയാണ്. ഓക്കെ ആണോ? അപ്പം അതിനെയാണ് എന്ത് വിളിക്കുന്നത്? ബോണസ് ഇഷ്യൂ എന്ന് പറയുന്നത്. ഇനി ബോണസ് ഇഷ്യൂവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിൻ്റെ ടൈം ഫാക്ടർ നമ്മൾ കൺസിഡർ ചെയ്യണം. ഇതിനകത്ത് നമുക്ക് പറയാനുള്ളതെന്ന് പറയുന്നത് ഇതിൻ്റെ ഒറിജിനൽ ഏതാണോ, ഏത് ബേസിലാണോ ഇരിക്കുന്നത് ആ ഷെയർസിന് പ്ലസ് ചെയ്തായിരിക്കും ഇത് വരുന്നത്. ഇപ്പം ഓൾറെഡി ഓപ്പണിങ്ങിൽ 100 ഷെയർസ് ഉണ്ട്. ഈ 100 ഷെയർസിനായിരിക്കും 10 ഷെയർസ് എക്സ്ട്രാ കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ്, ഇത് തുടക്കം തൊട്ടേ ഉള്ളതാണ് എന്നുള്ള ഒരു അസംഷൻ വരും. ബിക്കോസ് എന്താണ്, ഒരു ഒരു റിസോഴ്സസ് എന്ത് വന്നിട്ടില്ല, ബിസിനസ്സിനകത്തോട്ട് വന്നിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ? സോ ആ ഒറിജിനൽ ഷെയറിൻ്റെ ടൈം പീരീഡ് എത്രയാണ്, ആ ടൈം പീരീഡ് തന്നെ ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. ഓക്കെ ആണോ? നമുക്കൊരു എക്സാമ്പിളിനകത്തോട്ട് പോവുകയാണെങ്കിൽ ബോണസ് റേഷ്യോ എന്താണ്? 1:2 ആണ്. 2 ഷെയർ ഹോൾഡ് ചെയ്യുന്നവർക്ക് എന്താണ്, 1 ബോണസ് ഷെയർ കൊടുക്കും. ഓക്കെ ആണോ? മനസ്സിലാവുന്നുണ്ടല്ലോ? ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടായിരുന്നത് 100 ഷെയർസ് ആണ്. 100 ഷെയർസ് ആണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് ഉണ്ടായിരിക്കുന്നത്. ഇനി നമ്മൾ ബോണസ് അഡ്ജസ്റ്റ്മെൻറ്റ് ഫാക്ടർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതേ ഇൻറ്റു ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ് ബിഫോർ ദ ബോണസ് ഇഷ്യൂ. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം. നമ്മളുടെ ഓൾറെഡി നിൽക്കുന്നവർക്ക് എത്ര കിട്ടുന്നു അത് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. ഓക്കെ ആണോ? ഇപ്പോൾ 100 ഉണ്ട്. സിമ്പിൾ കോൺസെപ്റ്റ് ആണോ? പറയാം. നമുക്ക് ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഫാക്ടറിനകത്തോട്ട് വരാം. 100 ഉണ്ട്. ഈ 100 എന്താണ്, ഈ 100ന് 100 ഉള്ളവർക്ക് അത് 2ആയിട്ട് അസ്യൂം ചെയ്യാം. 100 ഷെയർസ് എന്ന് പറയുന്നത് 2ആയിട്ട് അസ്യൂം ചെയ്യുകയാണെങ്കിൽ ഒരെണ്ണം കൂടെ കിട്ടും. എന്ന് വെച്ചാൽ 50 കിട്ടുമെന്ന്. ഓക്കെ ആണോ? മനസ്സിലായോ? അപ്പോൾ എത്ര ഷെയർസ് വരുന്നുണ്ട്? ടോട്ടൽ 150 ഷെയർസ് വരുന്നുണ്ട്. ഇത്രയും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യം ഉണ്ടോ ഇല്ലയോ? ഇതിനു വേണ്ടിയാണ് നമ്മൾ എന്ത് വന്നത്, അഡ്ജസ്റ്റ്മെൻറ്റ് ഫാക്ടർ എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ കൊണ്ടുവന്നത്. ബോണസ് അഡ്ജസ്റ്റ്മെൻറ്റ് ഫാക്ടർ. ഓക്കെ ആണോ? ജസ്റ്റ് ഒന്നുമില്ല, നമ്മളുടെ എത്രയാണ് നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടായിരിക്കുന്നത്, ആ ഔട്ട്സ്റ്റാൻഡിങ്ങിനെ നമ്മൾ 1 ആയിട്ട് കൺസിഡർ ചെയ്ത് ഇനി വരുന്നതിനെ എത്രയാണ് അതിൻ്റെ റേഷ്യോയിലും കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഫാക്ടർ കിട്ടും.
ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഫാക്ടർ ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ്ങുമായി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എന്താണ് കിട്ടുന്നത്, നിങ്ങളുടെ ഷെയർസ് എത്ര ആണെന്ന് കിട്ടും. സെയിം കോൺസെപ്റ്റ് തന്നെ, താഴെ ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെ. പ്രത്യേകിച്ച് നിങ്ങൾക്ക് കോൺസെപ്റ്റ്ലി മനസ്സിലാവുന്നില്ലെങ്കിൽ ആ കോൺസെപ്റ്റ് അങ്ങ് വിട്ടേക്കാം. ബോണസ് അഡ്ജസ്റ്റ്മെൻറ്റ് ഫാക്ടർ എന്താണ് സാർ, അത് പഠിക്കാനായിട്ട് ഇനി 10 മണിക്കൂർ വേണം. എടോ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഓക്കെ ആണോ? അതിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത് നമ്മളുടെ ആ ഒരു ഔട്ട്സ്റ്റാൻഡിങ്ങിന് പ്രൊപ്പോർഷനേറ്റ്ലി നമ്മുടെ ബോണസിനെ എന്ത് ചെയ്യുക, കൊണ്ടുവരിക എന്നുള്ളതാണ്. 100 ഞാൻ ഓൾറെഡി പറഞ്ഞ തന്നെ പറയുന്നു, 100 ഉണ്ട്, അത് എന്താണ് 2 അസ്യൂം ചെയ്താൽ 1 എത്ര, ഇത്രയേ ഉള്ളൂ കോൺസെപ്റ്റ്. ഇതിന് പകരമായിട്ട് നമ്മൾ എന്ത് ചെയ്തു, 100ൻ്റെ 1നെ കൊണ്ടുപോകും, അതിൻ്റെ കൂടെ അത്രയും കൂടെ കിട്ടും. ഓക്കെ ആണോ? അതേ കോൺസെപ്റ്റേ ഒന്നുള്ളൂ. അപ്പം നമുക്കൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ഫാക്ടർ കിട്ടും. ഈ 1.5 ഇൻറ്റു എക്സിസ്റ്റിംഗ് 100 വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 1052. ഇതാണ് അതിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ബോണസ് ഇഷ്യൂ ഡ്യൂറിങ് ദ ഫിനാൻഷ്യൽ ഇയർ ഫോർ ദ പീരീഡ് കൺസിഡർ ആൻഡ് മേക്ക് ദ ടൈം ഫാക്ടർ അഡ്ജസ്റ്റ്മെൻറ്റ്. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ് പറഞ്ഞത്. നമ്മളുടെ ഫിനാൻഷ്യൽ ഇയറിൽ നമ്മളുടെ ആ ഒരു ഞാൻ പറഞ്ഞ ബോണസ് ഇഷ്യൂ സംഭവിക്കുന്നത് ഏത് പീരീഡാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒറിജിനൽ ഇഷ്യൂ ചെയ്തതിന് കിട്ടുന്ന ബോണസ് എത്ര ആൻഡ് എക്സിസ്റ്റിംഗ് നിന്നതിന് എത്ര എന്ന കാൽക്കുലേഷൻ നിങ്ങൾ എന്ത് ചെയ്യണം, കമ്പ്യൂട്ട് ചെയ്യണം. ഓക്കെ ആണോ? ദെൻ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളുടെ ടോട്ടൽ ഷെയറിനകത്തോട്ട് പോകുന്നത്. ഇത് സെയിം കോൺസെപ്റ്റ് മുകളിൽ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് ചെയ്യുകയാണെങ്കിലും നമ്മളുടെ ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഫാക്ടർ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ പീരീഡിനെ കൺസിഡർ ചെയ്യണമെന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ ആണോ? കോൺസെപ്ച്വലി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ദ സെയിം തിങ്, നമ്മളുടെ ഇഷ്യൂ സംഭവിച്ചതിൻ്റെ പ്രൊപ്പോർഷനേറ്റ്ലി ആയിരിക്കണം ബോണസ് അഡ്ജസ്റ്റ്മെൻറ്റ് ഫാക്ടറിനെ കൊണ്ടുവരേണ്ടത്. ഓക്കെ ആണോ? ബോണസ് അഡ്ജസ്റ്റ്മെൻറ്റ് ഫാക്ടർ മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം, എന്തിൻ്റെ ബേസിൽ, ഒറിജിനൽ ഷെയർസിൻ്റെ ബേസിൽ തന്നെ എടുത്തോ. 100 ഷെയർസ് ഓൾറെഡി ഉണ്ട്, 1 ഷെയർ ഫോർ 5 ആണ് വന്നത്. അപ്പം 100 എന്താണ് 5 ആണ് ഇൻറ്റു 1. ഇനി 50 ഉണ്ട്, 50 എന്ന് പറയുന്നത് 5 ആണ് ഇൻറ്റു 1. ഈ ഒരു രീതിയിൽ പോയാലും മതി. ഇൻക്ലൂഡിങ് ആ ഒരു ടൈമിൽ എന്ത് വരണം, നിങ്ങളുടെ ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഫാക്ടറിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു ടൈം പീരീഡും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. ടൈം ഫാക്ടർ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് നമ്മളുടെ ഈ ഒരു ഏണിംഗ് പെർ ഷെയർ എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൻ്റെ കോർ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? യെസ്. അടുത്ത നമ്മുടെ ഇതിനകത്തെ പോർഷൻ നമ്മൾ പഠിക്കാൻ പോകുന്നത് റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്ന കോൺസെപ്റ്റാണ്. ഓക്കെ ആണോ? റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്ന കോൺസെപ്റ്റാണ്. ഈ റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത് സിമ്പിളാണ്. റൈറ്റ് ഇഷ്യൂ പറയുന്നത് നിങ്ങളുടെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നിങ്ങളുടെ ഷെയർ ഹോൾഡേഴ്സിന് നമ്മളൊരു ഓപ്ഷൻ വെക്കുകയാണ്, ഒരു കൺസെഷൻ റേറ്റിൽ. മാർക്കറ്റിൽ എത്ര രൂപയാണുള്ളത് അതിനെക്കാട്ടിലും കൺസെഷൻ റേറ്റിൽ നമ്മൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഷെയറിനെ തരും എന്നാണ് പറയുന്നത്. ഇപ്പം 10 രൂപ ഉണ്ടായിരുന്ന ഒരു ഷെയർ, ഓക്കെ ആണോ, എല്ലാവരും 10 രൂപയുടെ റിസോഴ്സ് കൊണ്ടുവന്ന സ്ഥാനത്ത് നിങ്ങൾ 6 രൂപയുടെ റിസോഴ്സ് കൊണ്ടുവന്നാൽ മതി. ബാക്കി 4 രൂപ എന്താണ്, ബോണസ് എലമെൻ്റ് ആയിട്ട് ഞങ്ങൾ അങ്ങ് കൺസിഡർ ചെയ്തോണം. ബോണസിനകത്ത് എന്താ നമ്മൾ പറഞ്ഞത്, നമ്മൾ ഓൾറെഡി പറഞ്ഞത് ബോണസ് എന്ന് പറയുന്നത് ഓപ്പണിംഗ് തൊട്ടേ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഷെയറിന് പ്രൊപ്പോർഷനേറ്റ്ലി ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. അത് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് എന്നുള്ള കാര്യമാണ്. ഇപ്പം സെയിം കൈൻഡ് എത്രയാണോ നിങ്ങൾക്ക് കുറവ് വരുന്നത് അതിനെ നമ്മൾ ബോണസ് എലമെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. ആ കൺസിഡർ ചെയ്യുന്നതിന് എന്താണ്, ബോണസിൻ്റേതായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യും. ഇതാണ് റൈറ്റ് ഷെയർസുമായി റിലേറ്റ് ചെയ്യുന്ന കാര്യം. സാർ ഇതിനകത്ത് എന്തോ വലിയ ഇക്വേഷനൊക്കെ ഉണ്ടല്ലോ, അത് കാണാതെ പഠിക്കുന്ന കാര്യം, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആൻഡ് അതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ കോൺസെപ്ച്വലി ഈ പ്രോബ്ലം നിങ്ങൾക്ക് ചെയ്തു പോവാം. ബട്ട് ICA എല്ലായിടത്തും ചെയ്യുന്നത് ഈ ഒരു കോൺസെപ്ച്വൽ ഏരിയ വഴി പോവാതെ ഇക്വേഷൻ മെത്തേഡാണ്. സാർ ICA എന്താ അങ്ങനെ ചെയ്തേ? ആ ഒരു രീതി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സ്റ്റെപ്പുകളെ ലാഭിക്കാനും പറ്റും. നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും,
നിങ്ങളുടെ ഈ ഒരു പ്രോബ്ലത്തെ പെട്ടെന്ന് ചെയ്ത് തീർക്കാനും പറ്റും. അതുകൊണ്ടാണ് ICAI ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് പോകുന്നത്. ആ ഒരു ഇക്വേഷനകത്തോട്ട് പോകുന്നതിന് മുന്നേ നമുക്ക് കോൺസെപ്ച്വലി പോവുകയാണെങ്കിൽ ഇക്വിറ്റി ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ് നിൽക്കുന്ന ഈ ഒരു കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 1000 ഇക്വിറ്റി ഷെയർസ് ഉണ്ടായിരുന്നു ഓപ്പണിങ്ങിൽ. റൈറ്റ് ഇഷ്യൂ നടന്നതെന്ന് പറയുന്നത് 1 ജൂലൈ 2026 റൈറ്റ് ഇഷ്യൂവിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 1 ഷെയർ ഫോർ 5 എണ്ണം ഹോൾഡ് ചെയ്യുന്നവർക്ക്. ഓക്കെ ആണോ? മാർക്കറ്റ് പ്രൈസ് ബിഫോർ റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത് ₹10 എക്സസൈസ് പ്രൈസ് എന്ന് പറയുന്നത് 6 ആണ്. 10 രൂപ ഉണ്ടായിരുന്നത് 6 രൂപയ്ക്ക് തരാം എന്നാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. ഓക്കെ ആണോ? ദെൻ റൈറ്റ് ഇഷ്യൂ ഷെയർസ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഓൾറെഡി എത്ര ഉണ്ടായിരുന്നു? നമുക്ക് 1000 ഉണ്ടായിരുന്നു. 1000 എങ്ങനെയാണ് 1000 ഹോൾഡ് ചെയ്യുന്നതെന്ന് പറയുന്നത് 5 ആയിട്ട് കൺസിഡർ ചെയ്യാം. അവർക്ക് എന്ത് കിട്ടും? 1 കിട്ടും. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര കിട്ടും? ടോട്ടൽ എത്ര റൈറ്റ് ഷെയർസ് ആയിരിക്കും? 200 ഷെയർസ് ആയിരിക്കും വരുന്നത്. ഇനി മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ റൈറ്റ് ഷെയർസ് എന്തായിരിക്കും വരുന്നത്? 10 റുപ്പീസ് ഇൻറ്റു 200 ആയിരിക്കും വരുന്നത്. അപ്പോൾ എത്ര വരും? 2000 ആയിരിക്കും വരുന്നത്. ഓക്കെ ആണോ? മനസ്സിലാവുന്നുണ്ടോ? പ്രൈസ് ഓഫ് ദ റൈറ്റ് ഷെയർസ് എത്രയാണ് ആക്ച്വലി സംഭവിച്ചത്? 1200 വന്നുള്ളൂ. 2000-നുള്ളത് 1200-ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇതിനകത്തുള്ള ഒളിഞ്ഞു കിടക്കുന്ന ബോണസ് എലമെൻ്റ് എത്രയാണ്? 800 ആയിരിക്കും. ഓക്കെ ആണോ? ഈ ഒരു 800-ൻ്റെ എലമെൻറ്റ് നമ്മൾ എന്താണ്? ഇക്വലൻ്റ് ബോണസ് ഷെയറിനകത്ത് കമ്പ്യൂട്ട് ചെയ്യണം. ഓക്കെ ആണോ? 800 ഡിവൈഡഡ് ബൈ എത്രയാണോ കറണ്ട് മാർക്കറ്റ് റേറ്റ് വരുന്നത് അത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ബോണസ് ഈക്വലൻ്റ് ആയിട്ടുള്ള ബോണസ് ആയിട്ടുള്ള അത്രയും ഷെയർ കൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി എക്സിസ്റ്റിംഗ് ഷെയറിൻ്റെ നമ്മൾ ഓൾറെഡി ബോണസിൻ്റെ കേസിൽ പറഞ്ഞായിരുന്നു. ഈ ഒരു ഏത് ഷെയറാണോ ഇതിൻ്റെ ഒറിജിനൽ ഷെയർ ഏതാണോ വരുന്നത് ആ ഒരു ഷെയറിനെ കൺസിഡർ ചെയ്തിട്ടായിരിക്കണം ഈ ബോണസിൻ്റെയും നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അത് ഈ റിസോഴ്സ് വരാൻ കാരണം ആ ഒറിജിനൽ ഷെയറാണ്. ആ ഒരു ഷെയർ ഉണ്ടായതുകൊണ്ടാണ് ഇത്രയും റിസോഴ്സ് വരാൻ കാരണം. അതുകൊണ്ട് നമ്മൾ ആ ഒരു ഷെയറിനെയും ബോണസിനെയും രണ്ടിനെയും കൂടെ ആയിരിക്കും കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ. ദെൻ അപ്പം നമുക്ക് എത്ര ഷെയർസ് ഉണ്ട്? 1080 ഉണ്ട്. റൈറ്റ് ഷെയർസ് പർച്ചേസ് ചെയ്തത് നമ്മൾ ഓൾറെഡി പറഞ്ഞു 200-ന്ന് 80 കുറച്ചു. ഓക്കെ, ബോണസ് എലമെൻറ്റ് കുറച്ചു. അങ്ങനെ വരികയാണെങ്കിൽ ആക്ച്വൽ പ്രൈസിന് നമ്മൾ എത്രയാണ്? 120 ആയിരിക്കും പർച്ചേസ് ചെയ്യുന്നത്. ഓക്കെ ആണോ? മനസ്സിലാവുന്നുണ്ടോ? 120 ആയിരിക്കും പർച്ചേസ് ചെയ്യുന്നത്. വെയ്റ്റഡ് ആവറേജ് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് എത്ര ആയിരിക്കും അങ്ങനെയാണെങ്കിൽ ടോട്ടലി വരുന്നത്? സർ, ഓപ്പണിങ് 1000 ഉണ്ട്. അതിന് വരുന്ന ആട്രിബ്യൂട്ടബിൾ ആയി വരുന്ന ബോണസ് ഷെയർസ് എന്ന് പറയുന്നത് 80 ആണ്. അവിടെ തന്നെ 1080 വന്നു. 1080 ഒരു ഫുൾ ഇയർ ഉണ്ടായിരുന്നു. സോ നമുക്ക് 1080 തന്നെ വന്നു. ഇനി സർ, റൈറ്റ് ഷെയർസ് പർച്ചേസ് ചെയ്തു. 120 ആണ് വരുന്നത്. 120 എത്ര നാളുണ്ട്? 9 മാസമുണ്ട്. സോ നമുക്ക് എത്ര റിസൾട്ട് കിട്ടി? 90 കിട്ടി. വെയ്റ്റഡ് ആവറേജ് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് നമുക്ക് എത്ര കിട്ടി? 1170. 1170 ആണ് നമുക്ക് എന്ത് കിട്ടിയത്? വെയ്റ്റഡ് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഇൻ ആവറേജ് കിട്ടിയത്. സർ, ഇത്രയും സ്റ്റെപ്പ് ചെയ്ത് പോകേണ്ട ആവശ്യമുണ്ടോ? നോ. നമുക്ക് എന്ത് ചെയ്താൽ മതി? വെയിൻസ് കണ്ടുപിടിക്കാനായിട്ട് തിയററ്റിക്കൽ എക്സ്റൈറ്റ് പ്രൈസ് ആ ഒരു ഇക്വേഷൻ മെത്തേഡ് ഫോളോ ചെയ്താൽ മതി. ഇക്വേഷൻ മെത്തേഡ് എന്താ പറയുന്നത്? നിങ്ങളാണെങ്കിൽ എത്ര ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു? 1 lakh ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഈ റൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഫാക്ടർ അങ്ങ് ഇൻഡ്യൂ ചെയ്താൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? നിങ്ങൾക്ക് വെയിൻസ് കിട്ടും എന്നുള്ളതാണ്. സാർ, റൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഫാക്ടർ എന്താണ്? മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ. നേരത്തെ എത്ര ആണ് മാർക്കറ്റ് പ്രൈസ് ഉണ്ടായിരുന്നത് ഡിവൈഡ് ബൈ തിയററ്റിക്കൽ എക്സ്റൈറ്റ് പ്രൈസ് പെർ ഷെയർ. ഇതിനകത്ത് നിങ്ങൾക്ക് പഠിച്ചിട്ടില്ലാത്ത ടെർമിനോളജി ഇത് മാത്രമാണ്, തിയററ്റിക്കൽ എക്സ്റൈറ്റ് പ്രൈസ് പെർ ഷെയർ. തിയററ്റിക്കൽ എക്സ്റൈറ്റ് പ്രൈസ് പെർ ഷെയർ എന്താണ്? അടുത്ത ചോദ്യം. സർ, ഇറ്റ്സ് ആൻ ആവറേജ്.
ഒരു ഷെയറിൻ്റെ ആവറേജ് പ്രൈസാണ് അത് വരുന്നത്. എന്താണ്? ഒന്നുമില്ല, നമ്മുടെ ഓൾറെഡി എക്സിസ്റ്റിംഗ് മാർക്കറ്റ് പ്രൈസ് എത്രയാണ് ഒരു ഷെയറിൻ്റെത് ഇൻറ്റു എക്സിസ്റ്റിംഗ് ആയിട്ട് എത്ര ഷെയർസ് ഉണ്ടായിരുന്നു. ഇനി റൈറ്റ് ഷെയർസിൻ്റെ പ്രൈസ് എത്രയാണ്, എത്ര നമ്പർ ഓഫ് റൈറ്റ് ഷെയർസ് ഉണ്ട്, ഡിവൈഡഡ് ബൈ എക്സിസ്റ്റിംഗ് ഷെയർ പ്ലസ് നമ്പർ ഓഫ് റൈറ്റ് ഷെയർസ്. സെയിം ലോജിക്കാണ് നമ്മൾ എവിടെ കൊടുത്തേക്കുന്നത്, ഇവിടെയും കൊടുത്തേക്കുന്നത്. അതിന് ജസ്റ്റ് ഒരു ഇക്വേഷൻ ഫോർമാറ്റിൽ വന്നേക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു കോൺസെപ്റ്റിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷൻ മറന്നൊക്കെ പോവുകയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ ഒരു ഫോർമുല മെത്തേഡിനെ മാറ്റി നിർത്തിക്കൊണ്ട് ജസ്റ്റ് ഈ ഒരു കോൺസെപ്റ്റ് മെത്തേഡിൽ മുന്നോട്ട് പോകാൻ പറ്റും. ഓക്കെ ആണോ? അതൊരു സെക്കൻഡ് ചോയ്സ് ആയിട്ട് എടുത്താൽ മതി. ഇതാണ് നമ്മുടെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. തിയററ്റിക്കൽ എക്സ്റൈറ്റ് പ്രൈസ് എത്രയാണ്? നമ്മുടെ 10 ആണ് നേരത്തെ ഉണ്ടായിരുന്നത് പ്രൈസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 10 ആണ്. 1000 ഷെയർസ് ഉണ്ട്. എത്ര രൂപയ്ക്കാണ് റൈറ്റ് ഷെയർസ് പർച്ചേസ് ചെയ്തത്? 6. എത്ര ഷെയർസ് ആണ്? 200. ദെൻ ദ ടോട്ടൽ നമ്പർ 1200. ദെൻ യു വിൽ ഗെറ്റ് തിയററ്റിക്കൽ എക്സ്റൈറ്റ് പ്രൈസ്. സർ, ഇനി റൈറ്റ് ഷെയർ അഡ്ജസ്റ്റ്മെൻറ്റ് ഫാക്ടറാണ് ഞങ്ങൾക്ക് വേണ്ടത്. അതെങ്ങനെയാണ് കിട്ടുന്നത്? മാർക്കറ്റ് പ്രൈസ് ഡിവൈഡഡ് ബൈ വാട്ട് എവർ ദ തിയററ്റിക്കൽ എക്സ്റൈറ്റ് പ്രൈസ്. അപ്പം നമുക്ക് എന്ത് കിട്ടും? റൈറ്റ് ഷെയർസ് അഡ്ജസ്റ്റ്മെൻറ്റ് ഫാക്ടർ കിട്ടും. അഡ്ജസ്റ്റ്മെൻറ്റ് ഫാക്ടർ ഇൻറ്റു നമ്മളുടെ ആ ഒരു റൈറ്റ് ഇഷ്യൂവിന് മുന്നേ എത്ര ഷെയർസ് ഉണ്ടായിരുന്നു അതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ ആണോ? യെസ്. Then the same concept, നമ്മൾ വെയിൻസ് എങ്ങനെ കണ്ടുപിടിച്ചു? നമ്മൾ ഇൻക്രിമെൻ്റൽ ഓർ ക്യുമുലേറ്റീവ് മെത്തേഡ് അനുസരിച്ചാണ് അതിനെ കമ്പ്യൂട്ട് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോർഷൻ തന്നെയാണ്, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. സെയിം കോൺസെപ്റ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്താൽ മതി, അഡോപ്റ്റ് ചെയ്തിരുന്നാൽ മതിയാവും. ദെൻ മറ്റൊരു കോൺസെപ്റ്റാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് പ്രിഫറൻസ് ഷെയർസ്. പ്രിഫറൻസ് ഷെയർസ് നിങ്ങൾക്ക് അറിയാവുന്ന ഷെയർസാണ്, പ്രിഫറൻഷ്യൽ റൈറ്റുള്ള ഷെയർസാണ്. ഈ ഒരു ഷെയറിനെ റിലേറ്റ് ചെയ്ത അഡ്ജസ്റ്റ്മെൻ്റ് ആണ് പറയുന്നത്. സർ, പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസിനകത്ത് ആ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് എന്തുണ്ടായിരിക്കും? നമ്മളുടെ കമ്പനിയുടെ ഏണിങ്സിനകത്ത് ഒരു റൈറ്റ് ഉണ്ടായിരിക്കും, ഒരു ഇത്രയും പെർസെൻറ്റേജ് ഉണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻ തരുമെന്ന് വെച്ചു. അങ്ങനെ ആണെങ്കിൽ നമ്മുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് അത് മൈനസ് നമ്മളുടെ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് മൈനസ് ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? അൺഡിസ്ട്രിബ്യൂട്ടഡ് ഏണിങ്സ് കിട്ടും. ഓക്കെ ആണോ? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാനുള്ള കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ എന്ത് വരുന്നത്? അൺഡിസ്ട്രിബ്യൂട്ടഡ് ഏണിങ്സ് വരുന്നത്. അത് ഇത്ര പെർസെൻറ്റേജ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ എന്തുണ്ടായിരിക്കും? ക്വസ്റ്റ്യൻ പറയുന്നുണ്ടായിരിക്കും. അങ്ങനെ ആണെങ്കിൽ അത്രയും അതിനെ നമുക്ക് എന്ത് ചെയ്യാം? എക്സ് എന്ന് കൺസിഡർ ചെയ്യും. ഇപ്പം ഇക്വിറ്റിയുടെ കേസാണെങ്കിൽ ഇക്വിറ്റി നമ്പർ ഓഫ് ഷെയർസ് ആയിരിക്കും വരുന്നത്. അത് -1 ആയിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്? ബാലൻസ് നിൽക്കുന്നത്. മനസ്സിലായോ? ഇപ്പം പറയാണ് 60% ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനാണെങ്കിൽ 100 - 60 ആയിരിക്കും, 40 ആയിരിക്കും നമ്മുടെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനും ഉണ്ടായിരിക്കുന്നത്. ഇത് സെയിം കോൺസെപ്റ്റ് ആയിരിക്കും വരുന്നത്. എത്രയാണോ ഷെയർ ഹോൾഡേഴ്സിന് ഉണ്ടായിരിക്കുന്നത് അത് മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ ആണോ? ദെൻ നമ്മളുടെ ബേസിക് EPS എന്ന് പറയുന്നത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന ഡിവിഡൻറ്റും എത്രയാണോ പോർഷൻ അൺഡിസ്ട്രിബ്യൂട്ടബിൾ ഏണിങ്സ് ആയിട്ടുള്ളത് ആ പോർഷനും കൂടെ ചേർന്നിട്ടുള്ള എമൗണ്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അത്രയും കാര്യം നോക്കിയാൽ മതി. ജസ്റ്റ് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ഒന്നുമല്ല. എന്നിരുന്നാൽ ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം നോൺ കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർ ആണെങ്കിൽ നമ്മളുടെ ബേസിക് EPSനകത്ത് നമ്മൾ എന്തായിട്ടായിരിക്കും കൺസിഡർ ചെയ്യേണ്ടതെന്നാണ്. നോൺ കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ് ആണെങ്കിൽ അത് ഡിവിഡൻഡ് ആയിട്ടായിരിക്കും നമ്മൾ എടുക്കേണ്ടത്. അതിന് കൊടുക്കുന്ന റിസോഴ്സിന് കൊടുക്കുന്ന ആ ഒരു കൺസിഡറേഷൻ എന്ന് പറയുന്നത് ഡിവിഡൻഡ് ആയിരിക്കും. ഇനി കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ് ആണെങ്കിൽ അത് ഹോൾഡറിൻ്റെ ഓപ്ഷനായിട്ട് കൺവേർട്ട് ചെയ്യുകയാണോ അതോ കമ്പനിയുടെ ഓപ്ഷനായിട്ട് കൺവേർട്ട് ചെയ്യുകയാണോ എന്ന് നമ്മൾ നോക്കണം. ഹോൾഡറിൻ്റെ ഓപ്ഷനായിട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ അതെന്താണ്? ഇത് ഇൻട്രസ്റ്റ് ആണ്, ഒരു ഫിനാൻഷ്യൽ ലയബിലിറ്റി ആയിട്ടായിരിക്കും അത് നമ്മൾ കൺസിഡർ ചെയ്തേക്കുന്നത്. ഇനി ഇഷ്യൂറിൻ്റെ ഓപ്ഷൻ ആണെങ്കിൽ അതിനെ നമ്മൾ ഡിവിഡൻ്റ് ആയിട്ടായിരിക്കും എടുക്കുന്നത്.
കൺവേർട്ട് ചെയ്യുമ്പം അത് ഇഷ്യൂവർ കമ്പനിയുടെ ആണെങ്കിൽ അതിനെ ഡിവിഡൻ്റ് ആയിട്ടായിരിക്കും എടുക്കുന്നത്. നമ്മൾ ഇത് എവിടെ ആയിരിക്കും അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നതെന്നായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത്. ഇത് നമ്മളുടെ ഈ കാൽക്കുലേഷനകത്ത് ഏണിംഗ് അട്രിബ്യൂട്ടബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് കാൽക്കുലേഷനകത്തായിരിക്കും ഈ ഒരു ട്രീറ്റ്മെൻറ്റ് വരുന്നത്. ഇനി വെയ്റ്റഡ് ആവറേജ് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസിൻ്റെ ആ ഒരു പർപ്പസിന് വേണ്ടി നമ്മൾ എടുക്കുകയാണെങ്കിൽ എന്ന് മുതലായിരിക്കും ഈ ടൈം ഫാക്ടർ അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ എടുക്കേണ്ടത്? അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ടൈം ഫാക്ടർ അഡ്ജസ്റ്റ്മെൻറ്റ്, ബോണസ് ഫാക്ടർ അഡ്ജസ്റ്റ്മെൻറ്റ്, റൈറ്റ് ഫാക്ടർ അഡ്ജസ്റ്റ്മെൻറ്റ്, നമ്മൾ ഇതെല്ലാം പറയുന്നത്. ബട്ട് ഈ ടൈം എവിടെ നിന്നാണ് തുടങ്ങുന്നത്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കുകയൊന്നും വേണ്ട. ജസ്റ്റ് ഇതുവഴി ഗോ ത്രൂ ചെയ്യുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഏത് ടൈമാണ് ഞാൻ ഇവിടെ എടുക്കേണ്ടത്. ക്വസ്റ്റ്യനകത്ത് കുറേ ഡേറ്റ് കൊടുത്തേക്കും. ഏത് ഡേറ്റ് എടുത്തിട്ടായിരിക്കണം ഞാനിത് ചെയ്യേണ്ടത്? അതിപ്പം ക്യാഷിനാണ് ഇഷ്യൂ ചെയ്തേക്കുന്നത്, ഷെയർ ഇഷ്യൂ ചെയ്തേക്കുന്നത്. ദ ഡേറ്റ് ദ ക്യാഷ് ബാലൻസ് ബിക്കം റിസീവബിൾ. അലോട്ട്മെൻറ്റ് ഡേറ്റ് ആവാം യൂഷ്വലി. എന്നാണോ അത് കൊണ്ടു തരേണ്ടത് ആ ഡേറ്റ്. ഇനി കൺവേർഷൻ ഓഫ് ഡെപ്റ്റിനെ ഇക്വിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ കൺവേർഷൻ ഡേറ്റ്. ഇനി പ്രിഫറൻസ് ഷെയർസിനെ ആണ് നമ്മൾ ഇക്വിറ്റി ആയി കൺവേർട്ട് ചെയ്യുന്നതെങ്കിൽ അതും കൺവേർഷൻ ഡേറ്റ്. ഇനി സെറ്റിൽമെൻറ്റ് ഓഫ് ലയബിലിറ്റി ബൈ ഇഷ്യൂ ഓഫ് ഷെയർസ് ആ ഒരു ലയബിലിറ്റിയെ സെറ്റിൽ ചെയ്യുന്നതിന് ഷെയർസിന് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ ലയബിലിറ്റി എന്നാണോ സെറ്റിൽ ചെയ്യുന്നത് ആ ഒരു ഡേറ്റ്. ഇനി അക്വസിഷൻ ഓഫ് ബിസിനസ് അഗൈൻസ്റ്റ് ഇഷ്യൂ ഓഫ് ഷെയർസ്, നമ്മുടെ അസറ്റിനെ അഗൈൻസ്റ്റ് ആയിരിക്കും. നമ്മൾ ഈ ഷെയർസിന് ഇഷ്യൂ ചെയ്തു, അസറ്റ് അഗൈൻസ്റ്റ് ആയിരിക്കും വരുന്നതെങ്കിൽ അസറ്റ് റെക്കഗ്നൈസ്ഡ് ബൈ ദ എൻറ്റിറ്റി എന്നാണോ അവരുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് റെക്കഗ്നൈസ് ചെയ്യുന്നത് ആ ഒരു പീരീഡ് തൊട്ടായിരിക്കും എടുക്കേണ്ടത്. ഇനി റെൻഡറിങ് ഓഫ് സർവീസസ്, ഒരു സർവീസസ് കൊടുക്കുന്നതിൻ്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഷെയറിന് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ ഡേറ്റ് ഓഫ് സർവീസസ് റെൻഡേഡ് ഓർ റെക്കഗ്നൈസ്ഡ് വിച്ച് അറിയാൻ ഏർലിയർ നോക്കാം. ഇനി ബിസിനസ് കോമ്പിനേഷൻ്റെ ആ ഒരു ഇത് അല്ലെങ്കിൽ അമാൽഗമേഷൻ്റെ കാര്യത്തിലാണ് ഇഷ്യൂ ഓഫ് ഷെയർ വന്നിട്ടുള്ളതെങ്കിൽ അത് അക്വിസിഷൻ ഡേറ്റിലായിരിക്കും നമ്മൾ എടുക്കുന്നത്, അന്ന് മുതലായിരിക്കും. ഇനി മാൻഡേറ്ററി ആയിട്ട് കൺവേർട്ടബിൾ ഇൻസ്ട്രുമെൻ്റ് ആണ് എങ്കിൽ ഡേറ്റ് ഓഫ് കോൺട്രാക്ട് എൻഡേഡ് ഓക്കെയാണ്. ഇനി കണ്ടിജൻ്റ്ലി ഇഷ്യൂബിൾ ഷെയർസ് ആണ്, ഒരു ഇവൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് എങ്കിൽ ആ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്ത് ആ ഇവൻറ്റോ എന്തുവാണെന്ന് വെച്ചാൽ നടക്കുന്ന ടൈമായിരിക്കും അവിടെ തൊട്ടായിരിക്കും എടുക്കുന്നത്. ഇനി എക്സസൈസ് ഓഫ് വാറൻറ്റ് ആൻഡ് ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഈ ഒരു എക്സസൈസ് ഡേറ്റ് മുതലായിരിക്കും എടുക്കുന്നത്. റൈറ്റ് ഇഷ്യൂ ബോണസ് ഷെയർസ്, ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. ഇത് ഷെയർസ് ഇഷ്യൂ ചെയ്തത് അല്ലെങ്കിൽ ആ ഒരു റൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഫാക്ടർ റെട്രോസ്പെക്റ്റീവ് എഫക്റ്റ് അത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് ഞാൻ അതിനകത്തോട്ട് കൂടുതൽ പോകുന്നില്ല. ബോണസ് ഷെയർസ് ആണെങ്കിൽ റെട്രോസ്പെക്റ്റീവ്ലി ആയിരിക്കണം ചെയ്യേണ്ടത്, ബിഗിനിങ് ഫ്രം ദി ഏർലിയസ്റ്റ് പീരീഡ്. ഷെയർ സ്പ്ലിറ്റ് ഓൾസോ ദ സെയിം കോൺസെപ്റ്റ്. അടുത്തത് റിവേഴ്സ് ഷെയർ സ്പ്ലിറ്റ് കൺസോൾഡേറ്റ് ചെയ്യുന്നതാണെങ്കിലും റെട്രോസ്പെക്റ്റീവ്ലി ഫ്രം ദ ഇയർ ബിഗിനിങ് തൊട്ടിട്ടായിരിക്കും വരുന്നത്. അടുത്ത ബൈബാക്ക് ആണെങ്കിൽ ദ കൺസിഡറേഷൻ പേയബിൾ, അവർക്ക് എന്നാണ് കൺസിഡറേഷൻ കൊടുത്തിട്ട് നമ്മൾ ഷെയർസിനെ എടുക്കുന്നതെന്ന്. ഇനി ഷെയർസ് ഇഷ്യൂഡ് അറ്റ് ലിറ്റിഗേഷൻ